കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇവിടെ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. ഈ തിരുവെഴുത്ത് ലോകത്തിലുള്ള സകല ജനത്തോടും ദൈവം നൽകുന്ന ഒരു ദൂതാണ്, വാഗ്ദത്ത വചനമാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം ശക്തമായി ഇടപെടുന്ന ഒരു ദൈവിക സന്ദേശമാണ് ഈ ദൂതെന്ന് പറയുന്നത്. അപ്പൊ എല്ലാ നിലകളിലും പാർക്കുന്ന ജനത്തിന് ഈ വചനം ഒരു അനുഗ്രഹം തന്നെ എന്ന് പറയണം. പ്രൈസലോ. ലോകത്തിൽ ആരും നമ്മോട് ഇങ്ങനെ പറയില്ല, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ലോകത്തിൽ ആരും നമ്മോട് പറയില്ല. പ്രൈസ്. അങ്ങനെ നമ്മെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ ഈ ലോകത്തിൽ ആരും ഒട്ടില്ലതാനും. പ്രൈസലോ. മനുഷ്യൻ വീർപ്പുമുട്ടുന്ന സാഹചര്യങ്ങളിൽ, ഏകാന്തത അനുഭവിക്കുന്ന സാഹചര്യത്തില് അങ്ങനെയുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ കഴിയുന്നവൻ യേശു കർത്താവ് മാത്രമാണ്. പ്രൈസലോ. ഇപ്പൊ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ 41 അധ്യായം എന്ന് പറയുന്നത് ദൈവജനത്തെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസലോ. ഈ മുഴു ലോകത്തിന്റെ സർവാധികാരിയായവൻ അല്ലെങ്കിൽ കർത്താവാണെന്ന് ഈ വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്. ഈ ലോകത്തിന്റെ മുഴുവൻ സർവാധികാരിയായവൻ, സകലത്തെ അടക്കി ഭരിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, സകലത്തിന്റെ ഉടയവൻ യഹോവയായ ദൈവമാണ്. പുതിയ നിയമസഭയുടെ ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തുവാണ് ഈ ലോകത്തിന് മുഴുവൻ അധികാരി. മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയത്തില്ല. അങ്ങനെ സർവാധികാരിയായ ദൈവം ദൈവജനത്തെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ആരംഭിച്ച് ഇസ്രായേലിനോട് ദൈവം കൊടുക്കുന്ന ശക്തമായ ദൂതാണ് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. പ്രൈസലോ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീയോ എന്റെ ദാസനായ ഇസ്രായേലി, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളോവേ. പ്രൈസലോ. തുടർന്ന് പ്രവാചകൻ പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആ വചനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനമുണ്ട്. ഹല്ലേലൂയ. തളർന്നിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന, നിരാശയുടെ നടുവിൽ സങ്കടപ്പെട്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ള ഒരു സന്ദേശമാണ്, ദൂതാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്വന്തം ഭർത്താവ് പോലും അങ്ങനെ പറയത്തില്ല, സ്വന്തം ഭാര്യ പോലും അങ്ങനെ പറയത്തില്ല. അല്ലേലിയോ. സ്വന്തം ഭർത്താവ് ഒരിക്കലും പറഞ്ഞില്ല, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയത്തില്ല. ഈ കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. സ്വന്തം ഭാര്യ പോലും പറയത്തില്ല. അങ്ങനെ പറഞ്ഞ പല ഭാര്യമാരും ഭർത്താക്കന്മാരെ ഇട്ടേച്ചു പോയി. അങ്ങനെ പറഞ്ഞ പല ഭർത്താക്കന്മാരും ഭാര്യമാരെ ഇട്ടേച്ചു പോയി. എന്തിനാ അപ്പനമ്മമാർ മക്കളെ ഇട്ടേച്ചു പോകുന്നു, മക്കൾ അമ്മമാരെ വിട്ടേച്ചു പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഭൂമിയിൽ ഒരു കുഞ്ഞിനും പറയുവാൻ കഴിയാത്ത അതിശക്തമായ ദൈവിക സന്ദേശം കർത്താവിന് മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് നീ ഭയപ്പെടേണ്ട എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ നിലയിലും നിരാശപ്പെടുന്നവർക്ക് ഈ വചനം ഒരു അനുഗ്രഹമാകട്ടോ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ തിരുവെഴുത്തിനെ വിശ്വസിക്കണം. സ്തോത്രം. തിരുവെഴുത്തിനെ വിശ്വസിക്കുമ്പോഴാണ് ലളിയ സർവലോകത്തിന്റെ സർവാധികാരിയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. രക്തം ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 8 തൊട്ട് 10 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ
ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഇസ്രായേലിനെ കുറിച്ചുള്ള ചില വ്യാഖ്യാനങ്ങൾ, ചില വേദ പുസ്തകങ്ങൾ, വേദപുസ്തക വ്യാഖ്യാനങ്ങളിൽ കാണാൻ കഴിയും. രക്തം ചെയ്യും. അത് ഒന്ന് രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ പുസ്തകത്തിലെ ദാസൻ എന്ന നിലയിൽ 3 പേരെ സംബോധന ചെയ്തിട്ടുണ്ട്. ഈ അധ്യായത്തിൽ ദാസൻ എന്ന നിലയിൽ 3 പേരെ സംബോധന ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത് എന്റെ ദാസനായ ദാവീദ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം, 37 അധ്യായം 35 വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. രണ്ടാമത് എന്റെ ദാസനായ ഇസ്രായേൽ. നമ്മൾ വായിച്ച അധ്യായത്തിലുള്ള 41:8. ഹല്ലേലൂയ. ഇത് മൊത്തത്തിലുള്ള ജനത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്റെ ദാസനായ ഇസ്രായേൽ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് മശിയെ കുറിച്ചാണ് പറയുന്നത്. മശിക എന്റെ ദാസനെന്ന് സംബോധന ചെയ്തിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം 1 വാക്യത്തിലും 52 അധ്യായം 13 വാക്യത്തിലും ദാസനായ മശിക ദാസനായ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതായി. ഹല്ലേലൂയ. ദാസനായ മശിക ദാസനായ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതായി. ഹല്ലേലൂയ, സ്തോത്രം. 49 അധ്യായം 5-7 വാക്യങ്ങളിൽ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദാസനായിരുന്ന മശിക, ഹല്ലേലൂയ, മശിക ഇസ്രായേൽ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തി അവർ കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ, അവർ നേരിട്ട പ്രശ്നങ്ങളിൽ, അവർ പലപ്പോഴും ദൈവത്തിൽ അകന്ന് ദൈവത്തോട് പാപം ചെയ്ത സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ക്രോധം അവരുടെ മേൽ വന്ന സന്ദർഭങ്ങളുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇസ്രായേൽ ജനം തകർന്നു പോകാമായിരുന്നു. അങ്ങനെ അവർ തകർന്നു പോകാതെ അവരെ വിടുവിച്ചു കൊണ്ടുവരുവാൻ പ്രാപ്തനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് പ്രവാചക പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്ന യേശു മാത്രമാണ്. നിങ്ങൾ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ചിലരോട് ചോദിച്ചാൽ അവർ പറയും എനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് പറയും. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സുഖമാണ്, സൗഖ്യം എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ ഉള്ളിൽ നീറുന്ന പ്രശ്നങ്ങളുണ്ടായിരിക്കും. അത് മറ്റാരോടും പറയാതെ അവർ മാത്രം അറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ചിലതൊക്കെ ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, ക്രിസ്തുവില്ലാത്ത ഏകാന്തത നമ്മുടെ ജീവിതത്തിൽ ഭയത്തെ കൊണ്ടുവരും. ക്രിസ്തുവില്ലാത്ത ഏകാന്തത. ചില മനുഷ്യൻ കാണത്തില്ലേ, ആരോടും ഒരു സഹകരണമില്ലാതെ, ആരോടും ഒരു ബന്ധങ്ങളുമില്ലാതെ ഏകാന്തതയിൽ മാറിയിരിക്കുന്നത് കാണത്തില്ലേ. അങ്ങനെ ഏകാന്തതയിൽ മാറിയിരിക്കുമ്പോഴാണ് നമ്മൾ പലതിനെക്കുറിച്ച് വിചാരപ്പെടുന്നതും മനം കലങ്ങുന്നതും. അപ്പോഴാണ് പലവിധമായ ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുന്നതും. അങ്ങനെ ഏകാന്തതയിൽ നമ്മൾ മാറിയിരിക്കുമ്പോൾ ഭയം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് പലപ്പോഴും ജീവനെ ഒടുക്കിക്കളഞ്ഞ ചരിത്രം വരെ ഉണ്ട് പലരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഏകാന്തതയിൽ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഏകാന്തത, അല്ലെങ്കിൽ നിറഞ്ഞ ജീവിതം എന്ന് പറയുന്നത് വേദനാജനകമായ അനുഭവം. നിങ്ങൾ ഇത് ഏകാന്തത അനുഭവിക്കുന്നവരുടെ അരികിൽ ചെന്നിട്ട് നിങ്ങൾ നോക്കണം, അവരെ ശ്രദ്ധിക്കണം. അവരുടെ ജീവിതം വളരെ വേദനാജനകമായിരിക്കും, വേദനകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. അപ്പൊ ഏകാന്തത ഹൃദയത്തെ പിഴിയുന്നു. ഏകാന്തത ഹൃദയത്തെ പിഴിയുന്നു. നമ്മളൊക്കെ തുണി കഴുകി പിഴിഞ്ഞ് വെള്ളം കളയുന്നത് പോലെ ഏകാന്തത നമ്മെ പിഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ ഏകാന്തത എന്ന് പറയുന്നത് പല വിധത്തിൽ കടന്നു വരാം. മക്കൾ നഷ്ടപ്പെടുമ്പോൾ, ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ, ഭാര്യ നഷ്ടപ്പെടുമ്പോൾ, ഉറ്റവരും ഉടവയും ബന്ധുമിത്രാദികളും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ വലിയ ഏകാന്തത കടന്നു വരും. അല്ലേ? അങ്ങനെ കടന്നു വരുന്ന ഏകാന്തയുടെ നിലവിൽ നിങ്ങൾ മാറിപ്പോയിരുന്ന് പലതിനെക്കുറിച്ച് വിചാരപ്പെടുമ്പോൾ നിങ്ങൾ വളരെ വേദനിക്കപ്പെടും. പക്ഷെ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിന്റെ ഏകാന്തതയെ സന്തോഷമാക്കി തരാൻ ദൈവത്തിന് കഴിയും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഏകാന്തതയെ സന്തോഷമാക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏകാന്തത നിന്റെ ഹൃദയത്തെ പിഴിയുമ്പോൾ, തകർക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്നെ ബലപ്പെടുത്തുവാൻ
ദൈവാത്മാവ് നിന്നോട് കൂടെയുണ്ടെന്ന് ചിന്തിക്കണം. അപ്പൊ നിങ്ങൾ ഏകാന്തതയിൽ ഇരിക്കുന്ന സമയത്ത് സാത്താൻ ആക്രമിക്കും. നിങ്ങൾ ഏകാന്തതയിൽ ഇരിക്കുമ്പോഴാണ് സാത്താൻ നിങ്ങളെ ആക്രമിക്കുന്നത്, സാത്താൻ നിങ്ങളെ ഉപദ്രവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കിരിക്കരുത്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കിരിക്കരുത്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയരുത്. നിങ്ങൾ എവിടെയെല്ലാം ഒറ്റയ്ക്കിരിക്കുന്ന അനുഭവം വരുന്നോ അവിടെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ചേർത്ത് പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏകാന്തതയുടെ അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമായി കുടുംബമായി ജീവിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് 2023 ഏപ്രിൽ മാസം 21 എന്റെ ജീവിത പങ്കാളി എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ട് നിൽക്കുന്ന നിത്യമായ പർദീസയിലേക്ക് എടുക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പം പിന്നെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഏകാന്തതയുടെ അനുഭവം വന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഏകാന്തത എന്നെ തളർത്തി കളയും എന്നൊക്കെ എന്റെ ഹൃദയത്തിനകത്തൊരു തീരുമാനം, ആ ഒരു അനുഭവത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ വചനം എന്നെ ബലപ്പെടുത്തി. കർത്താവിനോട് സംസാരിച്ചു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചു. പിന്നീട് ഞാൻ ഒരിക്കലും ഏകാന്തത എന്ന് പറയുന്ന ആ വീർപ്പുമുട്ടി ഞാൻ അനുഭവിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായി, ഭൂമിയിൽ ഞാൻ ഒരിക്കലും ഏകാന്തത അനുഭവിക്കേണ്ടവനല്ല, ദൈവത്തോട് ചേർന്ന് സന്തോഷം പങ്കിടേണ്ടവനാണെന്ന് എന്റെ ഉള്ളിൽ ദൈവാത്മാവ് ഇടപെട്ടപ്പോൾ അന്ന് എന്റെ ജീവിതത്തിലെ ഏകാന്തത മാറിപ്പോയി. അതുകൊണ്ട് ഏകാന്തത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഏകാന്തതയുടെ നടുവിൽ നീ ഇരുന്ന് സാത്താന് ഇടം കൊടുക്കരുത്. അവൻ വളരെ സൂത്രശാലിയാണ്, തന്ത്രങ്ങൾ മെനയുന്നവനാ. അല്ലെങ്കിൽ തന്ത്രങ്ങളിലൂടെ അവൻ നിന്നെ പാപത്തിലേക്ക് വീഴ്ത്തുവാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കരുത്, കർത്താവിനോട് കൂടെ ഇരിക്കണം. അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തോടു കൂടെ നിങ്ങൾ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവിക സാന്നിധ്യത്തോടു കൂടെ നിങ്ങൾ ഇരിക്കണം. ദൈവിക സാന്നിധ്യത്തോടു കൂടി നിങ്ങൾ നടക്കണം. നിങ്ങൾ ഏത് വഴിക്ക് യാത്ര ചെയ്താലും ഏത് മേഖലയിലായിരുന്നാലും കർത്താവിനോട് കൂടെ ഇരിക്കണം. കർത്താവിനോട് കൂടെ നിങ്ങൾ ഇരിക്കണം. ദൈവദൂതന്മാരോട് കൂടെ നിങ്ങൾ ഇരിക്കണം. ദൈവദൂതന്മാരുടെ വലിയൊരു സംരക്ഷണം നിങ്ങൾ ആഗ്രഹിക്കണം. ദൈവദൂതന്മാരുടെ വലിയൊരു സംരക്ഷണത്തിന് കീഴിലായിരിക്കണം നിങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം ആരംഭത്തിൽ തന്നെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് മനസ്സിലായി മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്നാണ്. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. മനുഷ്യന്റെ ഏകാന്തത കണ്ടവനാണ് നമ്മുടെ കർത്താവ്. ആദമിന്റെ ഏകാന്തത കണ്ടു. നമുക്കറിയാം, സ്ത്രീയുടെ സൃഷ്ടിയും ഭൂമിയിലെ ആദ്യ വിവാഹവും ദൈവമാണ് നടത്തിക്കൊടുത്തുന്ന ആ ഭാഗത്ത് വായിക്കാൻ കഴിയും. മനുഷ്യന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കണമെന്ന് തീരുമാനിച്ചത് ദൈവം തന്നെയാണ്. ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും ആദാം പേരിടുന്നു. ഒരു വലിയ ശാസ്ത്രജ്ഞൻ ചെയ്യുന്ന വേലയാണ് ആദാം അന്നവിടെ ചെയ്തത്. ഹല്ലേലൂയ. സകല സൃഷ്ടികൾക്കും പേരിടത്തക്ക നിലയിൽ ദൈവം ആദാമിനെ സകലവിധ ജ്ഞാനം കൊണ്ട് നിറച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിലൊരു സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ ഓരോ മൃഗത്തിനും ഹല്ലേലൂയ സ്തോത്രം അതതിന്റെ സ്വഭാവം അനുസരിച്ച് പേരിടുവാൻ ഹല്ലേലൂയ ആദാമിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ എല്ലാ മൃഗങ്ങളെയും ആദാമിന്റെ മുമ്പിൽ കൂടി കർത്താവ് കടത്തിവിട്ട് എല്ലാത്തിനും അതതിൻ്റെതായ സ്വഭാവത്തിനനുസരിച്ച് പേരിട്ട് അതതിന് തക്ക ഇണയും കിട്ടിക്കഴിഞ്ഞപ്പോൾ അവസാനം ആദാമ് തന്നെ ശേഷിച്ചു. അപ്പൊ നമ്മുടെ കർത്താവ് നോക്കിയപ്പോ ആദാമ് ഏകനായിരിക്കുന്ന കാഴ്ചയെ കണ്ടേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഏകനായിരുന്ന ഏകാന്തയുടെ നടുവിലേക്ക് വീണു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് ആദമിന് തക്കതായ തുണയെ കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള 1000 മൃഗങ്ങൾ ഒന്നുപോലും ആദാമിന് തക്ക തുണയാകുവാൻ കഴിഞ്ഞില്ല എന്ന് നമ്മുടെ കർത്താവിന് ബോധ്യപ്പെട്ടപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത്
അതിനെ ഒരു സ്ത്രീയാക്കി തീർത്തു. ആദാമിന് തക്ക തുണ അവരിൽ തന്നെ ദൈവം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരും വിവാഹ ജീവിതം കഴിഞ്ഞ് കുടുംബമായിട്ട് താമസിക്കുന്നവരും ഇനി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ളവരോടും കൂടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ സൃഷ്ടിയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവം തക്ക തുണയൊരുക്കി വെച്ചിട്ടുണ്ട്. ഈശ്വരോ, ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ആദാം ഏകനായിരിക്കാതെ, ഏകാന്തത അനുഭവിക്കാതെ ആദാമിന്റെ ജീവിതത്തിൽ തക്കതായ തുണയെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആദാമിനത് മറച്ചു വെച്ചിരിക്കുക. രക്തചയം ഈശ്വരോ എന്ന് പറഞ്ഞിട്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ സൃഷ്ടിയിൽ തന്നെ, നീ ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ നിനക്ക് തക്കതായ ഒരു തുണയെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ഏകാന്തത അനുഭവിക്കാതിരിക്കുവാൻ, നീ ഏകാന്തതയിൽ നിരാശപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി തക്കതായ തുണയെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ നിനക്കത് ദൈവം മറച്ചു വെച്ചിരിക്കുക. സ്തോത്രം. നിനക്കെന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും, വിവാഹം കഴിക്കുവാനുള്ള എല്ലാവർക്കും ദൈവം മറച്ചു വെച്ചിട്ട് സമയമാകുമ്പോൾ അല്ലൊരു ആദാമിന്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് അവര് തക്ക തുണയുണ്ടാക്കി കൊടുത്തതുപോലെ നിങ്ങൾക്ക് മറച്ചു വെച്ചിരിക്കുന്ന ദൈവിക മർമ്മത്തെ അല്ലേലിയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകേണ്ട ജീവിത പങ്കാളിയെ ദൈവം വെളിപ്പെടുത്തി തരും. അതുവരെ നിങ്ങൾ സഹിഷ്ണുതയോടെ കാത്തിരിക്കണം. ഇങ്ങൊന്നും വിളിച്ചോണ്ട് വരരുത്. ഇന്നത്തെ പോലെ എങ്ങൊന്നും വിളിച്ചോണ്ട് വരരുത്, കട്ടോണ്ടും മോട്ടിച്ചോണ്ടൊന്നും വരരുത്. അല്ലേലിയ. അപ്പൊ ആദാമ എങ്ങൊന്നും കട്ടും മോട്ടിച്ചും ഭാര്യയെ കൊണ്ടുവന്നില്ല. അല്ലെങ്കിൽ ദൈവം അവന് തക്ക തുണയെ കൊടുത്തതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം കൊടുത്ത തുണയല്ല പലരുടെയും കൂടെ നിൽക്കുന്നത്, മോഷ്ടിച്ചുകൊണ്ട് കട്ടുകൊണ്ട് തട്ടിക്കൊണ്ട് വന്നതാണ്. അങ്ങനൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ ഭാരം തോന്നും. എനിക്കൊരു ഭാരമില്ല, സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് മാത്രം. അപ്പൊ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞവരോട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ചേർന്നിരിക്കണം. അല്ലേലിയ. ഭാര്യ ഭർത്താവിനോട് ചേർന്നിരിക്കണം, ഭർത്താവ് ഭാര്യയോട് ചേർന്നിരിക്കണം. രണ്ടുപേരും വ്യത്യസ്തമായ രണ്ട് ധ്രുവങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏകാന്തത അനുഭവിക്കും. അല്ലേലിയ. ആ ഏകാന്തത സാത്താൻ നിങ്ങളെ ആക്രമിക്കും. ഏദൻ തോട്ടത്തിൽ ആ ഹവ്വയ്ക്ക് പറ്റിയതുപോലെ പറ്റും. അല്ലേലിയ. ആദാമിൽ നിന്ന് അല്പസമയം മാറി നിന്ന ഹവ്വ, അല്ലേലിയ, ആ ഏകാന്തതയിൽ എന്ത് ചെയ്തു? സാത്താൻ അവളെ ആക്രമിച്ചു, പിശാച് ആക്രമിച്ചു. അല്ലേലിയ. അവള് സാത്താന്റെ ആക്രമണത്തിൽ വീണത് കൊണ്ടാണല്ലോ ദൈവം കഴിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം അവൾ കഴിച്ചതും അവളുടെ കണ്ണു തുറന്നതും അവൾ നഗ്നതയെ അവൾ തിരിച്ചറിഞ്ഞതും അല്ലേലിയ. പിന്നീട് അവളുടെ ഭർത്താവിന് കൊണ്ട് കൊടുത്തതും അവൻ തിന്നതും അവന്റെ കണ്ണു തുറന്നതും എല്ലാം പാപമായി മാറി. അപ്പൊ നിങ്ങൾ ഏകാന്തത അനുഭവിക്കുവാനായിട്ട് നിങ്ങൾ ഒരുങ്ങി, നിങ്ങൾ ചേർന്നിരിക്കണം. അല്ലേലിയ. ഭൂമിയിൽ നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ പിശാച് ഏത് പദ്ധതികളും തന്നുകൊണ്ടുവരും. ഇന്ന് പകരം ദൈവവചനം കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, നീ ഒരിക്കലും ഒറ്റയ്ക്ക് മാറിയിരിക്കരുത്. നീ കർത്താവിനോട് ചേർന്നിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് നീ വിധേയപ്പെടണം. അല്ലേലിയ. ദൂതന്മാരുടെ സംരക്ഷണം നിനക്കുണ്ടായിരിക്കണം. അല്ലേലിയ. അല്ലെങ്കിൽ പിശാച് നിന്നെ കടന്ന് ആക്രമിക്കും. അല്ലേലിയ. ഇവിടെ ദൈവത്തിന് വന്ന് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ട് ദൈവം ആദമിന് തക്ക തുണയെ കൊടുത്തതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരും. രക്തചയം. എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ദൈവത്തിന് വിലപ്പെട്ടവനാ. അല്ലേലിയ. നീ കർത്താവിന് വിലപ്പെട്ടവനാ. ഫ്രൈസറോ. പുതിയ നിയമസഭയോട് പറയട്ടെ, നമ്മുടെ കർത്താവിന്റെ ചങ്കിലെ ചോരയാണ് നമ്മളൊക്കെ എന്ന് പറയുന്നത്. ലേരിയ. നമ്മുടെ കർത്താവിന്റെ ചങ്കിൽ നിന്ന് ഒഴുകിയ ചോരകളാണ് നമ്മൾ. കാരണം മാനവകുലം മുഴുവൻ പാപത്തിലായിരുന്നു. ആദവും ഔവയുടെയും ഏകാന്തതയിൽ സാത്താനാൽ ആക്രമിക്കപ്പെട്ടവർ വഞ്ചിക്കപ്പെട്ട് പാപം ചെയ്ത് പാപത്തിന് അതീതനായി ഏദൻ തോട്ടം നഷ്ടപ്പെട്ട് ഭൂമി ശപിക്കപ്പെട്ടവരായി മാറി ഏകാന്തത അനുഭവിച്ച ജനം, ആ തലമുറയിലായിരുന്നു ഞാനും നിങ്ങളുമൊക്കെ. അല്ലേരിയ. നമ്മുടെ ഏകാന്തതയൊന്ന് മാറ്റുവാൻ, സാത്താന്റെ ആക്രമണത്തിൽ നിന്ന് ദൈവം നമ്മെ വിടിവിച്ച് കർത്താവിന്റെ മകളാക്കി എടുക്കാൻ വേണ്ടി നമ്മുടെ പിതാവായി ദൈവം തന്റെ ഓമന പുത്രനെ, അല്ലേരിയ, യേശു ക്രിസ്തുവിന്റെ ഇന്നേക്ക് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ്
ഈ ഭൂമിയിലേക്ക് അയച്ചു. ഒരു ദാസനായി വന്നു യേശു. അവൻ കാൽവറിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരത്ത് നമ്മളെ വീണ്ടെടുത്ത് നമ്മുടെ ഏകാന്തതയെ മാറ്റി ആമേ കർത്താവിന്റെ മണവാട്ടിയാക്കി മാറ്റി നമ്മളെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആരാണ്? കർത്താവിന്റെ മണവാട്ടിയ. സ്തോത്രം. നാം കർത്താവിന്റെ മണവാട്ടി ആയിരിക്കുന്നത് കൊണ്ട് മണവാളനെ കുറിച്ച് ഓർത്ത് നമ്മളെപ്പോഴും സന്തോഷിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ നിയമസഭയോട് ദൈവം പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഏകാന്തതയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്കാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, തനിച്ചാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് പറയാണ്, നീ എന്റെ ചങ്കിലെ ചോരയാ. നിന്നെ ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല, പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. നിന്നെ കടന്നാക്രമിക്കുക സാത്താൻ വരുമ്പോൾ എന്റെ ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുത്ത നിന്നെ ഞാൻ സംരക്ഷിക്കും. നീ എന്റെ മണവാട്ടിയാണ്. ഹല്ലേലൂയ എന്ന് യേശു നമ്മോട് പറയും കേട്ടോ. ഹല്ലേലൂയ. അത് നമ്മൾക്കത് ഭൂമിയിൽ ഒറ്റയ്ക്കിരിക്കേണ്ട അനുഭവം വന്നാല് നമ്മൾ ഒറ്റ കാര്യം ചെയ്യുന്ന, കർത്താവിന്റെ മണവാട്ടി, എനിക്കൊരു മണവാളനുണ്ടെന്ന് ചിന്തിക്കണം, വ്യക്തം ചെയ്യണം. അപ്പൊ ഈ ഏകാന്തതയും ഏകനെന്ന ഉണർവിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏകാന്തതയും ഏകനെന്ന ഉണർവിനും തമ്മിൽ വ്യത്യാസമുണ്ട്. പല സന്ദർഭങ്ങളിൽ അല്ലേലൂയ ഏകനായിരിക്കേണ്ട സാഹചര്യങ്ങൾ വരും. അല്ലേലൂയ. പല സന്ദർഭങ്ങളിൽ നിങ്ങൾ ഏകരായിരിക്കേണ്ട സാഹചര്യങ്ങൾ വരും. പ്രൈസ് ദി ലോർഡ്. ഏകാന്തത അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. അവിടെയൊന്നും നിങ്ങൾ പരാജയപ്പെടരുത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ കുടുംബം പോറ്റാൻ വേണ്ടി, കുടുംബം പുലർത്താൻ വേണ്ടി അല്ലേലൂയ വീട്ടിൽ നമ്മുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാറുണ്ട്. അല്ലേലൂയ. വിവാഹം കഴിച്ച സഹോദരന്മാർ സഹോദരിമാരൊക്കെ ഒന്നിൽ ഭർത്താവിനെ നാട്ടിലാക്കിയിട്ട് ഭാര്യ ഗൾഫിന് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഭാര്യയെ നാട്ടിലാക്കിയിട്ട് ഭർത്താവ് ഗൾഫിലേക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുന്നവരുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്തായി കഴിയുമ്പോൾ അവർ ഏകാന്തതയിലേക്ക് വരും. അങ്ങനെ ഏകാന്തതയുടെ സാഹചര്യങ്ങളുടെ കടന്നു പോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സാത്താൻ നിന്നെ കടന്നാക്രമിക്കരുത് കേട്ടോ. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ കുടുംബം പോറ്റാൻ വേണ്ടി പോയ പല സഹോദരന്മാരുടെ സഹോദരിമാരും നാട്ടിൽ സാത്താനാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നാം വിദേശ രാജ്യങ്ങൾക്ക് പോയ പല സഹോദരിമാരുടെ ഭർത്താക്കന്മാരും നാട്ടിൽ പിശാചിനാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആക്രമിക്കപ്പെട്ടതെന്ന് അറിയത്തില്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചെടുത്താൽ മതി. നമ്മൾ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നവരാ. അതുകൊണ്ട് ഏകനായിരിക്കുന്ന സന്ദർഭങ്ങളിൽ, ഏകനെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ നിന്റെ ജീവിതത്തെ പിശാച് തകർത്ത് നിന്നെ എന്നേക്കുമായിട്ട് നശിപ്പിച്ച് കളയാതെ, ആമേൻ, നീ ഭൂമിയിൽ ഏകനായിരിക്കുന്നവർക്ക് തോന്നിയാലും നീ കർത്താവിനോട് ചേർന്നിരിക്കണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കാരണം നീ ദൈവത്തിന്റെ മണവാട്ടിയാ. ദൈവത്തിന്റെ മണവാട്ടിയായ നീ വിശുദ്ധ ജീവിതം നയിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മണവാട്ടിയായിരിക്കുന്ന നീ വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ കാഹളനാദം കേൾക്കുവാൻ ആഗ്രഹത്തോടെ ഈ ഭൂമി നീ ഒരുക്കപ്പെട്ടിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ഏകാന്തത അനുഭവിക്കുമ്പോൾ പല പിരിമുറുക്കങ്ങളും നിനക്ക് കടന്നു വരും. അതോർത്ത് നീ വിഷമിക്കേണ്ട, നിരാശപ്പെട്ടു പോകണ്ട. കർത്താവ് ഇസ്രായേലിനോട് പറയുകയാണ്, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, പുതിയ നിയമം ഇസ്രായേലിനോട് സകല ജനത്തോടും പറയാം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അല്ലേ, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ് എന്ത് സന്തോഷമാണ് വചനമൊക്കെ വായിക്കുമ്പോഴല്ലേ. അല്ലേരിയ, നിങ്ങളിൽ പലരും ഏകാന്തത അനുഭവിക്കുന്നവരാണെന്ന്. അല്ലേരിയ. സ്തോത്രം. കുടുംബജീവിതം നഷ്ടപ്പെട്ട്, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട്, സഹോദര ബന്ധങ്ങൾ നഷ്ടപ്പെട്ട്, ബിസിനസ്സിൽ പരാജയപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ട്, വിവിധ തലങ്ങളിൽ രോഗങ്ങൾ കടന്നു വന്ന, വിവിധ പ്രതിസന്ധികളിൽ, ക്രിമിനൽ കേസുകളിൽ, അങ്ങനെ വിവിധ തലങ്ങളിൽ നിങ്ങൾ ഏകാന്തത അനുഭവിക്കാറുണ്ട്. സ്തോത്രം. തടവറയിൽ കിടക്കുന്നവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ അനുഭവിക്കുന്ന ഏകാന്തത വലുതാണ്. സ്തോത്രം. പക്ഷെ എവിടെയെല്ലാം നീ ഏകാന്തത അനുഭവിക്കുന്നു അവിടെ ദൈവസാന്നിധ്യം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എവിടെയെല്ലാം ഏകാന്തത, ഏകനായിരിക്കുന്ന സന്ദർഭം, സാത്താൻ നിന്നെ ആക്രമിക്കത്തക്ക നിലയിൽ നിന്നെ ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിൽ അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഞാനത് പറയാൻ കാരണം, എൻ്റെ കഴിഞ്ഞകാല ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ക്രിമിനൽ കേസുകൾ ഞാൻ അകപ്പെട്ടിട്ടുണ്ട്.
അങ്ങനെ ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ട് ഒടുവിൽ പോലീസിന്റെ പിടിയിലായി കുറച്ചു നാളും ജയിലിലൊക്കെ കിടന്ന സന്ദർഭങ്ങളിൽ വളരെ ഏകാന്തതയായിരുന്നു, നിരാശയായിരുന്നു, ദുഃഖമായിരുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്റെ ഏകാന്തതയെ മാറ്റുവാൻ വേണ്ടി, എന്റെ നിരാശ മാറ്റാൻ വേണ്ടി സാത്താൻ എന്നെ കടന്ന് ആക്രമിക്കാതിരിക്കാൻ, എന്നെ മാത്രമല്ല ജയിലിൽ കിടക്കുന്ന എല്ലാവരെയും സാത്താൻ കടന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്റെ ദാസന്മാരെ ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. അല്ലേ? ദൈവം തന്റെ ദാസന്മാരെ ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ചില ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യും, ചില ദൈവദാസന്മാർ ടീമായിട്ട് ജയിലിൽ കടന്നു വരും. ജയിലിൽ കടന്നു വന്നിട്ട് ജയിലിൽ കിടക്കുന്ന ഏകാന്തത അനുഭവിക്കുന്ന ദൈവത്തിന്റെ ഏകാന്തരിക്കുന്ന സഹോദരന്മാരെ എല്ലാം കൂടെ ആ ജയിലതിർക്കട അനുവാദത്തോടെ പുറത്തിറക്കിയിരുത്തും. പിന്നെ കടന്നു വന്ന ദൈവദാസന്മാർ എന്ത് ചെയ്യും, നല്ല മനോഹരമായ ഇമ്പമേറിയ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട പിതാക്കന്മാർ പാടിയ പാട്ടുകൾ അവരവിടെ പാടാൻ തുടങ്ങും. അല്ലേലിയ. അങ്ങനെ അവരവിടെ പാട്ടുകൾ പാടുമ്പോൾ നാം എവിടേക്കെയോ എങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളതുമായ പാട്ടിന്റെ ചരണങ്ങൾ, പാട്ടിന്റെ ലൈനുകളൊക്കെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും. അല്ലേലിയ. അപ്പൊ നമ്മളവരോട് പറയുന്നത്, ചേട്ടാ ഒന്നുകൂടെ പാട്. അല്ലേലിയ. അപ്പൊ അവർ വീണ്ടും വീണ്ടും പാട്ട് പാടി നമ്മുടെ ഹൃദയത്തെ സന്തോഷിക്കും. അത് കഴിയുമ്പോൾ അവര് ദൈവിക സന്ദേശം തരാൻ തുടങ്ങും. അല്ലേലിയ. ചില സന്ദർഭങ്ങൾ നമുക്ക് ചിലരോട് സംസാരിക്കാൻ അവസരം കിട്ടും. അങ്ങനെ ജയിലറിൽ ഏകാന്തത അനുഭവിച്ച സാഹചര്യങ്ങളിൽ എന്റെ കാതുകൾ കൊണ്ട് ഞാൻ സുവിശേഷം കേട്ടിട്ടുണ്ട്. എന്റെ ഹൃദയത്തിനകത്ത് വചനം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ ഏകാന്തത അനുഭവിക്കുവാൻ ഞാൻ ഏകനായിരുന്ന് എന്നെ തകർപ്പം പിശാചൊരുക്കിയ പദ്ധതിയിൽ ഞാൻ വീണുപോയി. പക്ഷെ എങ്കിലും ഞാൻ ഏകനല്ല, ഞാൻ ഏകാന്തത അനുഭവിക്കേണ്ടവനല്ല. എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി ദൈവം തന്റെ ദാസന്മാരിൽ കൂടെ എന്നോട് സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ രക്തം ചെയ്യും. എന്റെ മനസ്സിന് ആശ്വാസമായി. എന്നെ കേൾക്കുന്ന പ്രശ്നം, നീ ഏകനായിരിക്കരുത്. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലെന്ന് കണ്ട് ആദമിന് തക്ക തുണയെ കൊടുത്തു. അല്ലേലൂയ. അതെ, നീ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ട് ദൈവം നിനക്ക് തക്ക തുണയെ തരുമ്പോൾ, ഒരുപക്ഷെ വിവാഹം കഴിക്കാത്തവരൊരിക്കലും ഞങ്ങൾക്ക് തക്ക തുണയൊന്നുമില്ല, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഓർക്കും. പക്ഷെ നിനക്ക് തക്ക തുണയെ ദൈവം തരും സമയത്ത്, പക്ഷെ അതുവരെ നിന്റെ ഏകാന്തതയിൽ നീ ഒറ്റയ്ക്കിരിക്കാതെ നീ യേശുവിനോട് ചേർന്നിരിക്കണം, പരിശുദ്ധന്മാരോട് ചേർന്നിരിക്കണം, ദൂതന്മാരോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. അല്ലാതെ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്ക് നീ വഴങ്ങിക്കൊടുക്കരുത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മെ ഒരിക്കലും ഏകനായിട്ട് വിടാതെ നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവിനെ കുറിച്ചൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന് വാഗ്ദത്തം ചെയ്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇബ്രായലേഖനം 13-ാം അധ്യായം 5-ാം വാക്യമൊക്കെ വായിച്ചാൽ ഇവിടെ ഉണ്ട്, ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മെ കൈവിട്ട് കളയാതെ, ഉപേക്ഷിച്ച് കളയാതെ നമ്മെ ചേർത്ത് പിടിക്കുന്ന, മാറോട് ചേർത്ത് പിടിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ അനുഭവിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നൊമ്പരങ്ങളുണ്ട്. ഹല്ലേലൂയ. മറ്റാരോടും പറയുവാൻ കഴിയാത്ത അനവധി നൊമ്പരങ്ങൾ നിന്റെ ഹൃദയത്തിനകത്തുണ്ട്. ഒരുപാട് വേദനകൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ നീ തകർന്നിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. നിന്നെ നിരാശപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. മരിച്ച മതി എന്നൊക്കെ ചിന്തിക്കത്തക്ക നിലയിലേക്ക് നിന്നെ സാത്താൻ ആക്രമിക്കും. ഹല്ലേലൂയ. അവിടെയാണ് നിനക്ക് യേശുവിന്റെ സാന്നിധ്യം വേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നീ കർത്താവിനോട് ചേർന്നിരുന്നാൽ കർത്താവിന്റെ ശബ്ദം നിന്റെ കാതുകൾ, നിന്റെ ഹൃദയത്തിൽ കേൾക്കും. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട. നിന്റെ കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന്, നിന്റെ താഴ്ചയിൽ നിന്നെ ഉയർത്തുവാൻ യേശുവിന് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ 136 സങ്കീർത്തനമൊക്കെ വായിച്ചങ്ങ് സന്തോഷിക്കണം. ഹല്ലേലൂയ. 136 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ഇസ്രായേലിന് ദൈവം കൊടുത്ത വിടുതലുകൾ, ദൈവം കൊടുത്ത സംരക്ഷണങ്ങൾ, ഇസ്രായേലിന്റെ ജീവിതത്തിലെ ഏകാന്തതയെ ദൈവം മാറ്റി അവരെ താഴ്ചയിൽ നിന്ന് ഉയർത്തിയ ഒരു ദൈവത്തെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ 136 സങ്കീർത്തനം വായിക്കാൻ എഴുതിയിട്ടുണ്ട്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവര്. ഹല്ലേലൂയ.
നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചു നോക്കണം കേട്ടോ. 136 സംഗീതമൊക്കെ വെറുതെ ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കും. പ്രൈസ്. ദൈവശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കാൻ കഴിയും, വ്യക്തം ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെ ഏകാന്തതയിലൂടെ ഈ അനുഭവത്തിലൂടെ ഒക്കെ കടന്നുപോയ സന്ദർഭങ്ങളില് എന്നോട് കർത്താവ് പറഞ്ഞു, നീ 136 സങ്കീർത്തനം എടുത്ത് വായിക്കുക. എന്റെ വചനങ്ങളാണ് ഞാൻ എന്റെ ആത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിന്നോട് ഞാൻ സംസാരിക്കാൻ പോവാന്ന് പറഞ്ഞു. കർത്താവ് എന്നോട് സംസാരിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ സാത്താൻ എന്നെ കടന്നാക്രമിക്കാനിരുന്ന സാഹചര്യത്തിൽ ഞാനൊന്ന് ഉണർന്നു. മല്ലേരിയ. അപ്പൊ ഞാൻ വചനം വായിച്ചപ്പോൾ കർത്താവിനോട് പറയാ, നിന്റെ താഴ്ചയിൽ നിന്നെ ഓർത്തവന്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അല്ലേരിയ സ്തോത്രം ചെയ്യ, അവന്റെ ദൈവം ദൈവമാണ്. അദ്ദേഹം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നവൻ യേശുവ. അല്ലേരിയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ താഴ്ചയിൽ നിന്നെ ഓർക്കുന്ന ഒരു യേശുവുണ്ട്. വ്യക്തം ചെയ്യും. നീ അധപ്പതിച്ചു പോവാൻ, നിരാശപ്പെട്ടു പോവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്, അല്ലേരി, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈകീഴ് താണിരിപ്പാൻ. അല്ലേരിയ. അത് നിങ്ങൾ മാറിയിരുന്ന പലതിനെ കുറിച്ചും വിചാരപ്പെട്ടും മനം കലങ്ങി ഇരിക്കണ്ട. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തതുപോലെ നിങ്ങൾ ദൈവത്തിന്റെ പാദപീഠത്തിലൂടെ ചേർന്നിരുന്ന്, നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നല്ല അംശം തെരഞ്ഞെടുത്ത്, അല്ലേരിയ, കർത്താവിനോട് കൂടെ വസിക്കണം. രക്തം ചെയ്യണം. ജീവിതമൊക്കെ ഒരിക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നല്ല അംശം തെരഞ്ഞെടുത്ത് യേശുവിനോട് ചേർന്നിരിക്കും. മറിയ നല്ല അംശം തെരഞ്ഞെടുത്ത് കർത്താവിനോട് കൂടെ ചേർന്നിരുന്ന പോലെ. മാർത്ത പലതിനെ ചുറ്റിപ്പല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുമ്പോൾ അവളുടെ സഹോദരിയായ മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുക. ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നിന്റെ ജീവിത നിലവാരമൊക്കെ ഏത് വിധത്തിലാ? പ്രൈസ്ലോ. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ജീവിത നിലവാരം ഏത് സാഹചര്യത്തിൽ? ഒരുപക്ഷെ നിങ്ങൾ കേരളത്തിന്റെ 14 ജില്ലകളിലെ ഏതെങ്കിലും ഗ്രാമത്തിൽ, വില്ലേജുകളിൽ പാർക്കുന്നവരായിരിക്കാം. ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളുണ്ട്, 7 കേന്ദ്ര പ്രദേശങ്ങൾ. അതിന്റെ 6 ലക്ഷം ഗ്രാമങ്ങളിലെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ വസിക്കുന്നവരായിരിക്കാം. 7 ഭൂഖണ്ഡങ്ങൾ എവിടെയും ആയിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള ഏകാന്തത നിങ്ങളുടെ മനസ്സിനെ ആക്രമിക്കാതെ, ഞാൻ ഏകനാണെന്ന് പറഞ്ഞ് നീ ആമെ ഒറ്റപ്പെട്ടു പോകാതെ, നിന്നോട് കൂടെ ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കണം. പ്രൈസ്. ഈ ഭൂമിയുടെ ഏത് ഭാഗത്ത് പോയി നീ താമസിച്ചാലും പാർത്താലും, അല്ലേ ഈ ഭൂമിയുടെ ഏത് അറ്റത്ത് പോയി നീ പാർത്താലും, അല്ലേ അവിടെ നിന്നോടുകൂടെ ദൈവമുണ്ട്. സ്തോത്രം. നിന്റെ വീട്ടുകാരല്ല നിന്നോട് കൂടെയുള്ളത്, നിന്റെ സ്വന്തക്കാരല്ല, ബന്ധുക്കളൊന്നുമല്ല. കർത്താവ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ സമുദ്രത്തിന്റെ അല്ലെങ്കിൽ അറ്റത്തിൽ നിന്ന് പാർത്താലും, ഭൂമിയുടെ അറ്റത്തിൽ നിന്ന് പാർത്താലും, കർത്താവ്, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. അതല്ലേ ഏറ്റവും വലിയ വാക്തത്വം, വിശ്വാസം എന്നൊക്കെ പറയുന്നത്. അതല്ലേ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുന്നത്. തകർന്നു പോകാമായിരുന്ന സന്ദർഭങ്ങളിൽ, തളരാമായിരുന്ന സാഹചര്യങ്ങളിൽ, വഴുതി പോകാമായിരുന്ന സാഹചര്യങ്ങളില് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ദൈവശബ്ദം കേൾക്കുവാൻ നീ തയ്യാറായാൽ, രക്തം ചെയ്യണം, എന്റെ തകർച്ചയെ കർത്താവ് മാറ്റിത്തരും. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, ഇന്നുവരെ നീ ദൈവശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി നീ കാൽവറി കുരിശിലേക്ക് വരണം. നിന്റെ ഏകാന്തതയെ മാറ്റുവാൻ വേണ്ടിയിട്ടാ യേശു നിനക്ക് വേണ്ടിയിട്ടാ മരിച്ചത്. നിനക്ക് വേണ്ടി മാത്രം. നിങ്ങൾ വ്യക്തിപരമായി പറയാം, എനിക്ക് വേണ്ടി മാത്രമാണ് എന്റെ യേശു മരിച്ചത്. എന്റെ ഏകാന്തതയെ മാറ്റുവാൻ, എന്റെ ആ ഏകാന്തതയുടെ അനുഭവത്തിനെ വിടുവിക്കുവാൻ എന്റെ യേശു എനിക്ക് വേണ്ടി മരിച്ച അവസാനത്തുള്ളി രക്തമിരുന്ന ചങ്കില് ചോര കൊണ്ട് എന്നെ വീണ്ടെടുത്ത് അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ സുപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്ന് ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റി, ദൈവത്തിന്റെ മകനാക്കി മകളാക്കി മാറ്റി, നിന്റെ ഏകാന്തതയെ മാറ്റിത്തരുന്നവൻ യേശു കർത്താവ് മാത്രം. നിന്റെ ജീവിതത്തിന്റെ ഏകാന്തതയെ മാറ്റിത്തരുവാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ഒരു മതങ്ങൾക്കും പ്രമാണങ്ങൾക്കും ഒരു വ്യക്തികൾക്കും ഇവിടുത്തെ ഒരു ചിന്തകൾക്കും കഴിയത്തില്ല. ഒരു രാഷ്ട്രീയക്കാർക്കും കഴിയത്തില്ല കേട്ടോ. നിന്റെ ഏകാന്തതയെ മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ.
ഈ കാണുന്ന ലോകത്തിന്റെ സർവാധികാരി ആയിരിക്കുന്ന, സർവന്യായാധിപനായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന, സർവന്യായിയായിരിക്കുന്ന, സകല ജനത്തിന്റെയും വീണ്ടെടുപ്പുകാരൻ, രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ നിന്റെ ജീവിതത്തിന്റെ ഏകാന്തതയെ മാറ്റാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാൻ ഈ വചനം പറയുമ്പോൾ ഇന്ന് പകൽ ആരെങ്കിലും സാത്താന്റെ ആക്രമണത്തിൽ ഏകാന്തതയിൽ ഇരിക്കുകയാണെങ്കിൽ അവനെ നീ ജയിച്ച് യേശുവിലേക്ക് വരണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അന്ന് യാക്കോബ് ഏകനായി പുറപ്പെട്ടു പോകുമ്പോൾ രാത്രി വന്നു. എനിക്ക് തുണയാർ എന്ന് കരുതി അവൻ കലങ്ങി. അന്ന് രാത്രിയിൽ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് ഒരു ഗോവേടി വെച്ചിരിക്കുന്നത് കണ്ടു. ദൈവദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും കണ്ടു. അതിന്റെ അർത്ഥം എന്ത്? മകനെ, നിനക്ക് കാവൽക്കാരായി ദൈവദൂതന്മാരുണ്ട്. ഞാനിപ്പോഴും നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ആ വചനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 28:12 തൊട്ട് വായിച്ചാൽ കാണാൻ കഴിയും. യാക്കോബിന്റെ യാത്രയിൽ താൻ അനുഭവിച്ച ഏകാന്തതയിൽ ഒറ്റയ്ക്കാണ്, എന്നെ ആര് സഹായിക്കും, എനിക്ക് ആരാണ് തുണയുള്ളതെന്നൊക്കെ ആമേൻ യാക്കോബ് ഓർത്ത് ചിന്തിച്ച സമയങ്ങളിൽ യാക്കോബ് ഓടിപ്പോകുമ്പോൾ ദൈവത്തെ അന്വേഷിച്ചിരുന്നില്ല. പക്ഷെ ദൈവം അവനെ മറന്നു കളയാതെ ദൈവം അവനെ അന്വേഷിച്ചിരിക്കുകയാണ്. യാക്കോബിനെ ഒറ്റപ്പെടുത്താതെ, തള്ളിക്കളയാതെ, അവന്റെ ഏകാന്തതയിൽ അവൻ നിരാശപ്പെട്ടു പോകാതെ അവനെ ബലപ്പെടുത്താൻ വേണ്ടി യഹോവയായ ദൈവം അവനോട് കൂടെയിരുന്നു. കർത്താവ് പറയും, ഞാൻ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യാക്കോബ് പ്രയാണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പല പ്രാവശ്യം ദൈവദൂതന്മാരെ സന്ദർശിക്കുന്ന സാഹചര്യം വന്നു. തന്റെ ജീവിതത്തിൽ, തന്റെ പ്രയാണത്തിൽ യാക്കോബ് പല പ്രാവശ്യവും ദൈവദൂതന്മാരെ സന്ദർശിക്കേണ്ട സാഹചര്യം വന്നു. അങ്ങനെ ഏകനെന്ന ഭയം അവനിൽ നിന്ന് നീങ്ങിപ്പോയി. അല്ലേ? യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ ഏകനെന്നുള്ള ഭയം നീങ്ങുവാൻ കാരണം അവന് ദൈവിക ദർശനം ഉണ്ടായി. രക്തം ചെയ്യും. അതുകൊണ്ട് നാം പിന്നത്തേതിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചു, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമെന്ന്. രക്തം ചെയ്യും. അപ്പൊ സ്നേഹിത, ഈ ദൈവത്തെ അല്ലേ നമ്മൾ രുചിച്ചറിയേണ്ടത്? ഈ ദൈവത്തെ നമ്മൾ രുചിച്ചറിയണം. മാനകുലത്തിന് വേണ്ടി ജീവൻ കൊടുത്തിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് ആദിഫലമായിരിക്കുന്ന യേശുക്രിസ്തു മാത്രം. ഈ ലോകത്തിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തത് യേശു മാത്രം. അല്ലേ? വേറെ ആരും സ്വർഗാരോഹണം ചെയ്തിട്ടില്ല കേട്ടോ. യേശു മാത്രമേ സ്വർഗാരോഹണം ചെയ്തിട്ടുള്ളൂ. ചിലരൊക്കെ പറയാറുണ്ട്, അവര് സ്വർഗാരോഹണം ചെയ്തു, ഇവര് സ്വർഗാരോഹണം ചെയ്തു, അയാൾ സ്വർഗാരോഹണം, അവള് സ്വർഗാരോഹണം ചെയ്തു എന്നൊക്കെ പലതും പറഞ്ഞ് നിങ്ങളെ തകർക്കും, നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളെ ചിന്താഗതിയെ മാറ്റും കേട്ടോ. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെയൊക്കെ ആയാലും പറയും വേദപുസ്തകം വായിക്കണം. വേദപുസ്തകത്തിനില്ലാത്തതൊന്നും നീ വിശ്വസിക്കരുത്. വേദപുസ്തകം എന്ത് പറയുന്നു അത് മാത്രമേ വിശ്വസിക്കാവുള്ളൂ. പ്രൈസോ. ഈ ലോകത്തിൽ നമ്മുടെ ഏകാന്തതയെ മാറ്റിത്തരുവാൻ, യാക്കോബിന്റെ ഏകാന്തതയെ മാറ്റിക്കൊടുത്തവൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, അല്ലേരിയ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമെന്ന് പറഞ്ഞവൻ യേശുവ. ആ കർത്താവാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇന്ന് പകരം എന്റെ കേൾക്കുന്ന മാതാവേ, പിതാവേ, അല്ലേരിയ ആദ്യമേകനായിരിക്കും നന്നല്ലെന്ന് കണ്ട് തക്ക തുണയെ കൊടുത്ത ദൈവം. യാക്കോബിന്റെ പാലായന്ത് യാക്കോബിന്റെ യാത്രയിൽ യാക്കോബ് ഒറ്റപ്പെട്ടപ്പോൾ അല്ലേരിയ യാക്കോബിന്റെ ഏകാന്തതയെ മാറ്റിക്കൊടുത്തവൻ. അത് നീ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ അതിന്റെ ഏകാന്തതയെ മാറ്റിത്തരുന്ന ദൈവമുണ്ട്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് യേശു ക്രിസ്തുവിന് പല ഏകാന്തത സമയങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തനിയെ മരുഭൂമിയിലേക്ക് പോയി പ്രാർത്ഥിച്ചു. തനിയെ രാത്രി മുഴുവനും മലമുകളിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ഒരിക്കലും ഏകനെന്നുള്ള വിചാരം അവനെ ആക്രമിച്ചില്ല. അല്ലേലൂയ. യേശുക്രിസ്തു പോലും ഈ ഭൂമിയിൽ ഏകാന്തതയുടെ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവൻ തനിയെ ഇരുട്ടുള്ളപ്പോൾ, അധികകാലത്തെ ഇരുട്ടുള്ളപ്പോൾ തനിയെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. രാത്രിയുടെ യാമങ്ങളിൽ മലയിൽ തനിയെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അവിടെയൊന്നും യേശു ഏകനാണെന്നുള്ള വിചാരം തന്റെ ഉള്ളിൽ കടന്നു വന്നില്ല. ഏകനാണെന്നുള്ള വിചാരം യേശുവിനെ ആക്രമിച്ചില്ല. സ്തോത്രം. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴാണ്. അല്ലേരിയ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായം, അല്ലേരിയ, അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യേശു പറയുക, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. കണ്ട, യേശു പറയാ, ഞാൻ ഈ ഭൂമിയിലാണെങ്കിലും
ഏകാന്തതയുടെ അനുഭവം വന്നാലും, അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ ഞാൻ നിർജ്ജന സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്തും, രാത്രിയിൽ മലമേൽ പോയിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്തും, ഏകാന്തത എന്നെ ആക്രമിക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴും യേശു പറയണം, ഞാൻ ഒറ്റയ്ക്കല്ലെന്ന്. ഹല്ലേലൂയ. അത് നമ്മൾ വായിച്ചത് യോഹന്നാൻ 8:29. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാനെല്ലാം ഇപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. കർത്താവ് പറയാണ്, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഒരിക്കലും ഏകനായി വിട്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കർത്താവിന് പ്രസാദമായുള്ളത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ യേശു നിന്നോട് കൂടി നിന്നെ ഏകനായി വിടാതെ. അപ്പൊ യേശു ക്രിസ്തു പോലും ഏകാന്തത അനുഭവിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പൊ യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് ഏകനായി പോയ മനുഷ്യന്റെ അവസാനം എന്ത്? കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുവാൻ കാരണമായി അവർ അവനെ അടിച്ചു മുറിവേൽപ്പിച്ചു, അവന്റെ വസ്ത്രങ്ങൾ ഊരി അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ഏകനായി വരുന്നവരെ കള്ളൻ എപ്പോഴും ആക്രമിക്കും. ലൂക്കോസ് 10:30 വരെ കാണാൻ കഴിയും, 30 തൊട്ട് വായിച്ചാൽ കാണാൻ കഴിയും. എന്നാൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏകാന്തത മറ്റവന്റെ മുറിവുകളെ വെച്ച് കെട്ടാൻ നല്ല ശമരിക്കാനായിരിക്കും യേശു അടുത്തി. ഹല്ലേലൂയ. ഒരു നല്ല ശമരിക്കാനായി യേശു നിനക്ക് വേണ്ടിയുണ്ട്. രക്തം ചെയ്യാം. ഇതുപോലെ എന്നെ കേൾക്കുന്ന പ്രശ്നീയത, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നാം വായിച്ചു പറഞ്ഞുള്ളതായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇത് പകൽ ആരെങ്കിലും നിരാശയുടെ ദുഃഖത്തിന്റെ സങ്കടത്തിന് തന്നോട് കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരുടെ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ആദാമിന്റെ ഏകാന്തതയെ മാറ്റുവാൻ തക്ക തുണை കൊടുത്ത പോലെ യാക്കോബിന്റെ പാലായനത്തിൽ അവന്റെ ഏകാന്തതയെ മാറ്റുവാൻ ഹല്ലേലൂയ കർത്താവ് അവനോട് കൂടെ ഇരുന്നത് പോലെ യേശു ക്രിസ്തു ഏകാന്തത അനുഭവിക്കേണ്ട സാഹചര്യങ്ങളിൽ യേശുവിന്റെ പിതാവിന്റെ സാന്നിധ്യം അനുഭവിച്ചതുപോലെ ഇന്ന് പകലെ കേൾക്കുന്ന മാതാപിതാവെ, കുടുംബജീവിതത്തിൽ കുടുംബഭാരങ്ങൾ ഏറ്റെടുത്ത് ജീവിതത്തിൽ നിരാശപ്പെട്ട് കുടുംബജീവിതം ചിന്ന ഭിന്നമായി, ജോലിയില്ലാതെ, ജോലിക്കായി അന്വേഷിച്ച് ജോലി കിട്ടാതെ വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി വിവിധ തലങ്ങളിൽ കഷ്ടം സഹിക്കുന്നവർ, പീഡ അനുഭവിക്കുന്നവർ, മണലാരണ്യത്തിൽ കഷ്ടപ്പെടുന്ന, വിവിധ രോഗത്തിൽ അടിമകളായിരിക്കുന്ന, ശാപത്തിലും പാപത്തിലും അകപ്പെട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ, ബിസിനസ് നഷ്ടപ്പെട്ട്, കൃഷി നഷ്ടപ്പെട്ട്, എല്ലാം നിലയിൽ ഹൃദയത്തിൽ ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ യേശു നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആത്മമണവാളായി കർത്താവിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്ത അവന്റെ മണവാട്ടിയായി നിനക്ക് ഈ ഭൂമിയിൽ നിന്ന് സന്തോഷം പങ്കിടുവാൻ കഴിയും. ആരെങ്കിലും ഇന്ന് പകൽ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാതെ ഒറ്റയ്ക്കിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, യേശു വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കുക. നിന്റെ ഏകാന്തതയെ മാറ്റി നിന്റെ ദൈവസമൃദ്ധിയിലേക്ക് വിടും. താഴ്ച നിന്നെ ഉയർത്തും. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സംഗതിയായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെയും കർത്താവിന്റെ 7 ഭൂഖണ്ഡങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങളെ 800 കോടിയിലധികം ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, കർത്താവിന് ഇന്ത്യയുടെ 29 സംസ്ഥാന 7 കേന്ദ്രപ്രദേശങ്ങൾ, 140 കോടിയോളധികം വരുന്ന ജനത്തെ, തലമുറകളെ എണ്ണത്തിൽപ്പെട്ട 6 ലക്ഷത്തിലേയും ഗ്രാമങ്ങളെ, കർത്താവിന്റെ അവിടുത്തെ ജനങ്ങളെ, കേരളത്തിലെ 4 ജില്ലകളെ, 3,46,00,000 വരുന്ന ജനങ്ങളും തലമുറകളെ എണ്ണത്തിൽപ്പെടാത്ത അന്യവസ്ഥാന തൊഴിലാളികളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. മദ്യത്തിനും മയക്കിനും പാപത്തിനും ശാപത്തിനും രോഗത്തിനും ബന്ധനങ്ങളിൽ സാത്താന്റെ കടന്നാക്രമണത്തിലൂടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ, കുടുംബം തകർന്ന് ചിന്ന ഭിന്നമായി പോയ, തലമുറകൾ നഷ്ടപ്പെട്ട് അക്രമത്തിലും രാജ്യത്തിന്റെ തീവ്രവാദ ഭീകരവാദത്തിലും വർഗീയതയിലും അകപ്പെട്ട് തലമുറകൾ നഷ്ടപ്പെടുമ്പോൾ അങ്ങനെ ഏകാന്തത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം വഹിക്കണമേ. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർദ്ധക്യത്തിലും ആലംബത്തിലും അച്ഛന്റെ യാചക ഓർഫണേജ് ഓൾട്ടേജ് തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖലകൾ, ട്രൈബൽ മേഖലകൾ കർത്താവ് ഭരിക്കുന്നവരും സകല ജനത്തെയും, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവരെ, യാത്ര ചെയ്യുന്നവരെ, വാഹന നിർമ്മാണം സെയിൽസ് ചെയ്യുന്നവരെ, കടലോരവാസികളെ, തീരദേശവാസികളെ, കർത്താവ് സമുദ്രത്തിന് അകത്താം മധ്യ കടന്നുപോയി മത്സ്യബന്ധനത്തിലായിരിക്കുന്നവരെ, സമുദ്രത്തിന്റെ ആഴങ്ങളും കരികളും കമ്പനികളും ഒക്കെ ജോലി ചെയ്യുന്നവർ, വഴിയോര കച്ചവടക്കാർ, എല്ലാ വ്യവസായികളെയും, എല്ലാ കർത്താവ് വ്യാപാരി വ്യവസായികളെയും, കർത്താവ് സ്തോത്രം, കൺഷൻ മേഖലയും, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ
തൊഴിൽ രംഗത്ത് എല്ലാ ടാക്സി ഓട്ടോ സർവീസിനെ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ബാങ്കിങ് മേഖല, സയന്റിസ്റ്റ്, എഞ്ചിനീയർ, മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗത്ത്, ചരിത്ര, മാധ്യമ, മീഡിയ രംഗത്ത് നിൽക്കുന്നവരെ എല്ലാവരും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ. മദ്യപാനത്തിനും വെറുപ്പത്തും ദുർനടപ്പിനും ദുഷ്ടതയും വ്യഭിചാരത്തിനും പരസ്യം വിഗ്രഹാരാധനയും ആമിനകപ്പെട്ട സാത്താന്റെ ആക്രമണത്തിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ, നിരാശപ്പെട്ടു പോയവരെ എല്ലാം ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതുപോലെ കർത്താവ് ഈ സകല ജനത്തിനോട് മടങ്ങി കൊടുക്കണമേ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കണം എന്നെ ദൈവമാകുന്നു പറഞ്ഞ കർത്താവിനെ ഈ ജനം വിശ്വസിച്ചുകൊണ്ട് മുന്നേറുകയാകണമേ. മാനകൂടത്തിന് വേണ്ടി ചങ്കരിച്ച് ഓരോ കൂടത്ത് ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ജനം ജയാളിയായി മുന്നേറുവാൻ, ജീവിതത്തിൽ എല്ലാ മേഖലയും കഷ്ടം സഹിക്കുന്ന സകലരുടെ മേലും ദൈവകൃപ പകരുവാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവി. ആരും പിശാച് നഷ്ടപ്പെടുത്തുകൊട്ടേക്കാതെ കർത്താവിന്റെ മക്കളായി വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായി, യേശുവിനോട് ചേർന്നിരിക്കുന്നവരായി തീരുവാൻ ഈ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. ലേലിയ കർത്താവ് സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണമേ. സുവിശേഷ വേലയുമായി വിദേശ രാജ്യങ്ങളും മറ്റു സ്ഥലങ്ങൾ അധ്വാനിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർ, അവരുടെ തലമുറകൾ സുവിശേഷം മുഖാന്തരം ജയിലിൽ പീഡ അനുഭവിക്കേണ്ട ദൈവദാസന്മാർ, അവരെല്ലാം ദൈവ ജീവിതത്തിന്റെ ഏകാന്തത വിടിവിച്ച് കർത്താവർക്ക് ആത്മധൈര്യം പകർന്നു കൊടുത്ത് ശക്തീകരിക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.